പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങി. ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിലുൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിനു ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് നോക്കി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂളിൽ നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം വേട്ടയാടി മാത്രമല്ല, ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷന്, എൻ്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എൻ്റെ പിതാവിൻ്റെ പേരിട്ടു. മറക്കാൻ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അത് പണി തീരാത്തൊരു സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ പേരിടണോ? അത് വേട്ടയാടൽ തന്നെയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഞങ്ങളെ വേട്ടയാടിയതിന് തുല്യമായിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ നാടിനെ ആകെപ്പാടെ ബാധിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. അത് ജനം ഇന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കറുപ്പ് പ്രതിഷേധത്തിൻ്റെ ഇതാണ്. ഇന്ന് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും പറയാൻ കറുപ്പ് കണ്ടാൽ ഇന്ന് പലർക്കും പ്രശ്നമാണ്. ഇത് കറുപ്പ് എന്നുള്ളത് ഇവിടുത്തെ ഈ സമൂഹത്തിന്റെ വലിയ എന്താ പറയുക ആചാരത്തിന്റെ കൂടെ ഭാഗ്യമെന്ന് വിചാരിച്ചു. നിങ്ങൾ ക്യാമ്പയിനിൽ ഉന്നയിച്ചത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സോളാർ കേസിലടക്കം ഉമ്മൻചാണ്ടി സാറിനെ ഈ രീതിയിൽ ഈ വേട്ടയാടി എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ പിതാവിനെ വേട്ടയാടി എന്ന് പറഞ്ഞുകൊണ്ട് സംശയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ CBIയുടെ റിപ്പോർട്ട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചർച്ചയായോ? ഞാൻ പലതവണ പറഞ്ഞില്ലേ ചർച്ച ചെയ്തു.